ഹലോ എവ്രി വൺ, വെൽക്കം ടു AZ Upskills. ഈ സെഷനിൽ റെവിറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൻട്രൽ ഫയൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ റെവിറ്റ് സോഫ്റ്റ്വെയറിൽ ഒന്നിലധികം യൂസേഴ്സ് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ആർക്കിടെക്ചർ, സ്ട്രക്ചർ, MEP ഇവർ ചെയ്യുന്ന വർക്കൊക്കെ ഒരേ സമയം സെയിം പ്രൊജക്റ്റിൽ പ്രവർത്തിക്കാനാണ് സെൻട്രൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ യൂസേഴ്സും വർക്ക് ചെയ്യുന്ന ഫയൽസിനെ നമ്മൾ ലോക്കൽ ഫയൽ എന്നാണ് വിളിക്കുക. ആ ലോക്കൽ ഫയൽസിൽ വരുന്ന അപ്ഡേറ്റ്സ് സെൻട്രൽ മോഡലിലോട്ട് സേവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിങ്ക്രണൈസ് എന്ന് പറയുക. നമുക്കിത് റെവിറ്റ് സോഫ്റ്റ്വെയർ ചെയ്തു നോക്കാം. റെവിറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കൊളാബറേറ്റ് ടാബിൽ പോവുക. അതിൽ കൊളാബറേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ വർക്ക് ഷെയറിംഗ് ഇനേബിൾ ആയി കാണാം. ഈ വർക്ക് ഫയൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു സെർവറിലോ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജിലോ ആണ്. സോ എല്ലാവർക്കും ഒരേ സമയം ആക്സസ് ചെയ്യാനും വർക്ക് ചെയ്യാനും സാധിക്കും. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം. ഫസ്റ്റ് ഓപ്ഷൻ വിത്തിൻ യുവർ നെറ്റ്വർക്ക് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് BIM 360 ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ്. ഇത് ബേസിക്കലി പ്രൊജക്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. BIM 360 എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. BIM 360 ത്രൂ ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ഓപ്ഷനും അല്ലെങ്കിൽ വിത്തിൻ യുവർ നെറ്റ്വർക്ക് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് അബൌട്ട് ദ സെൻട്രൽ മോഡൽ. താങ്ക്സ് ഫോർ വാച്ചിങ് AZ Upskills.